നീലാംബരി പാർട്ട് 11. ഈ ഒരു സംഭവത്തിന് ശേഷം നീലുവും എല്ലാവരും വീട്ടിൽ വന്നതിന് ശേഷം നിച്ചു തൻ്റെ ഫോൺ എടുത്ത് രാമചന്ദ്രനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീലുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് അദ്ദേഹം വിഷമത്തോടെ ചോദിച്ചു. അവളെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും അച്ഛൻ രാവിലെ തന്നെ ഇവിടെ എത്താനുള്ള വഴി നോക്കാനും നിച്ചു രാമചന്ദ്രനോടായി പറഞ്ഞു. രാമചന്ദ്രൻ പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിൽ കിട്ടിയതെല്ലാം പെറുക്കിയെടുത്ത് എത്രയും പെട്ടെന്ന് നീലുവിൻ്റെ അടുത്ത് എത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. കാരണം ഇനി ഒരു വട്ടം കൂടി അവൾ പഴയ സ്ഥിതിയിലേക്ക് പോയാൽ അത് ചിലപ്പോൾ അവൻ്റെ ജീവന് തന്നെ ആപത്തായിരിക്കുമെന്ന് ഡോക്ടർ അയാളോട് പറഞ്ഞതായി അയാൾക്ക് ഓർമ്മ വന്നതും അയാളുടെ ഉള്ളിലൂടെ ഒരു വെള്ളിടി വെട്ടിയതുപോലെ അയാൾക്ക് തോന്നി. പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരുങ്ങിയിറങ്ങി. വെളുപ്പിന് ഒരു 3:30-4 മണിയോടുകൂടി ഹരിഹർ വില്ലയുടെ മുന്നിലെത്തിയിരുന്നു. രാമചന്ദ്രൻ അകത്തേക്ക് ചെന്നപ്പോൾ മഹാദേവനും ലക്ഷ്മിയും അദ്ദേഹത്തെ വരവേറ്റു. അയാൾ അകത്തേക്ക് കയറി തൻ്റെ മകളെയാണ് ആദ്യം അന്വേഷിച്ചത്. അവൾ കിടക്കുന്ന റൂം കാട്ടിക്കൊടുത്തതും അകത്തേക്ക് ചെന്നതും അയാൾ കണ്ടു തൻ്റെ മകളുടെ കവിളിൽ പതിഞ്ഞു കിടക്കുന്ന 5 വിരൽപ്പാട്. അതിനൊപ്പം അവൾ കരഞ്ഞ് മുഖമെല്ലാം വീങ്ങി അടിച്ച പാടുള്ള ഭാഗവും നല്ലപോലെ നീലിച്ചു കിടക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ദേഷ്യമുണ്ടാക്കി. തിരിഞ്ഞു നോക്കിയതും നിച്ചുവിനെയാണ് കണ്ടത്. നീ എൻ്റെ മോളെ? ഇല്ലച്ചാ, ഞാൻ നീലുമോളെ ഒന്നും ചെയ്തിട്ടില്ല. ഹരി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്ന് തലയും കുനിച്ചു. അത് ഹരനാ അച്ഛ അടിച്ചത്. ഹരൻ എൻ്റെ സഹോദരൻ. അവനെയും ഇവളെയും കൂടി ആ റൂമിൽ നിന്നും മതി എന്ന രീതിയിൽ അദ്ദേഹം കൈ ഉയർത്തി കാട്ടി. വാടിയ താമരപ്പൂ പോലെ കിടക്കുന്ന തൻ്റെ മകളുടെ മുഖം ഒന്നുകൂടി കണ്ടതും അദ്ദേഹത്തിന് സങ്കടം നിയന്ത്രിക്കാനായില്ല. എങ്കിലും അത് എങ്ങനെയൊക്കെ നിയന്ത്രിച്ച് അവളെ നല്ലപോലെ ഒന്നുകൂടി പുതപ്പിച്ച് അയാൾ അവിടെ നിന്നും താഴെ ചെന്നപ്പോൾ മഹാദേവൻ അദ്ദേഹത്തെ കാത്തതുപോലെ അവിടെ ഉണ്ടായിരുന്നു. മഹാദേവൻ അദ്ദേഹത്തെ വിളിച്ച് തൻ്റെ അടുത്തേക്ക് ഇരുത്തി. അപ്പോഴേക്കും ലക്ഷ്മി അവർക്കെല്ലാവർക്കുമുള്ള ചായയുമായി എത്തി. എല്ലാവർക്കും ചായയും കൊടുത്ത് മഹാദേവൻ രാമചന്ദ്രനാണ്. രാമചന്ദ്ര, ഇത്രയൊക്കെ കാര്യങ്ങൾ നടത്തി. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ മീഡിയക്കാർക്ക് മുന്നിലും മറ്റുള്ളവരുടെ കണ്ണിലും ഇപ്പോഴവർ തെറ്റുകാരാ. ആ തെറ്റ് തിരുത്താൻ എന്ന രീതിയിൽ അവരുടെ വിവാഹം നമുക്ക് നടത്തിക്കൂടെ എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് രാമചന്ദ്രനോട് ഞാനിപ്പോൾ ചോദിക്കുന്നത്. അത് കുട്ടികൾക്ക് 2 പേർക്കും താല്പര്യമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കാര്യമില്ല രാമചന്ദ്ര. ഇന്നവർ തെറ്റുകാരാ എല്ലാവരുടെയും മുന്നിൽ. നമുക്ക് മുന്നിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വസിക്കുന്നത് പോലെ എല്ലാവരും അവരെ വിശ്വസിക്കണമെന്നില്ല. നാളെ അത് നീലുമോളുടെ ഭാവിയെ തന്നെ ബാധിക്കും. ഹരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമല്ല. പക്ഷെ നീലു, അവൾക്ക് നല്ലൊരു വിവാഹാലോചന, നല്ലൊരു ജീവിതം. അവൾക്ക് ഈ ഒരു തെറ്റും ഈ ഒരു കുറ്റപ്പേരും കൊണ്ട് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അതും കൂടി മുന്നിൽ നിർത്തി വേണം രാമചന്ദ്രൻ ഒരച്ഛൻ എന്ന നിലയിൽ അവളുടെ ജീവിതം മുന്നിൽ നിർത്തി ഒരു തീരുമാനമെടുക്കേണ്ടത്. അത്രയും പറഞ്ഞു നിർത്തിയതും ലക്ഷ്മി രാമചന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന്, ഏട്ടാ, എൻ്റെ സഹോദരനായി കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുക, എനിക്ക് തരുമോ ആ പൊന്നുമോളെ? ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് നിറയാതെ ഞാൻ നോക്കിക്കോളാം. അവളെ കണ്ട് അന്ന് തൊട്ടേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്, എൻ്റെ മക്കൾ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. എന്നാൽ ഹരിക്ക് അവൾ സഹോദരിയായപ്പോൾ ഹരൻ്റെ പെണ്ണായി എനിക്ക് അവളെ തരണം പ്ലീസ്. അവർ വളരെ താഴ്മയായി രാമചന്ദ്രനോടായി ചോദിച്ചു. രാമചന്ദ്രൻ എന്ത് പറയണം, എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്ന കൺഫ്യൂഷനിലൂടെ അങ്ങനെ ഇരുന്നപ്പോൾ നിച്ചുവിനെ ഒന്ന് നോക്കി. നിച്ചു കണ്ണടച്ച് സമ്മതിക്കൂ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ആംഗ്യം കാട്ടിയതും ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് സമ്മതം അറിയിച്ചു. ഇനി എനിക്ക് കുഞ്ഞുങ്ങൾ 2 അവർ 2 അഭിപ്രായത്തിന് ഇപ്പോഴിവിടെ പ്രസക്തിയില്ല രാമചന്ദ്ര, മഹാദേവൻ പറഞ്ഞു. അതെന്താ കാരണം എന്ന രീതിയിൽ രാമചന്ദ്രൻ മഹാദേവനെ തന്നെ ഉറ്റുനോക്കി. ഒന്നാലോചിച്ചാൽ നീലു അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു തെറ്റിലേക്ക് ചെന്ന് ചാടി. നിത്യയുടെ സ്വഭാവം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അവളുടെ ഒപ്പം പോയി. എന്തുകൊണ്ട് ഇവർ 2 പേരെയും അറിയിച്ചില്ല? അത് അവളുടെ തെറ്റ്. പിന്നെ ഹരി ഇവരെ 2 പേരെയും അറിയിക്കാതെ എന്തിന് ഹോട്ടൽ റൂമിലേക്ക് പോയി? അത് അവൻ്റെ ഭാഗത്തെ തെറ്റ്. ഇവിടെ ഇരുവരുടെയും ഭാഗത്ത് തെറ്റുകളുണ്ട്. അതുകൊണ്ട് അവരുടെ അഭിപ്രായത്തിന് ഞാൻ വില കൽപ്പിക്കുന്നില്ല. എനിക്ക് രാമചന്ദ്രൻ്റെ അഭിപ്രായമാണ് അറിയേണ്ടത്. അതുമാത്രമല്ല, ഹരൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനിക്കുന്നു അതനുസരിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ രാമചന്ദ്രൻ എന്ത് തീരുമാനിക്കുന്നു അത് അനുസരിക്കാൻ നീലുവും ബാധ്യസ്ഥയാണ്. മഹാദേവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷേ അത് അവരുടെ ലൈഫാണ്. അവരാണ് തീരുമാനം എടുക്കേണ്ടത്.
നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം നാളെ അവർക്ക് തെറ്റായി തോന്നി അച്ഛനും അമ്മയും കൂടി ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി എന്നൊരു ചീത്തപ്പേര് നാളെ നമുക്കുണ്ടാകും. അതുകൊണ്ട് അതിനൊരു ഇടവരുത്താതിരിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് അവർ രണ്ടുപേരുടെ അഭിപ്രായം അറിഞ്ഞേ തീരൂ. അത്രയും പറഞ്ഞ് രാമചന്ദ്രൻ മഹാദേവൻ്റെ മുഖത്തേക്ക് നോക്കി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മഹാദേവൻ അതിനൊന്ന് എസ് മൂളിക്കൊടുത്തു. നീലു കണ്ണു തുറന്നപ്പോൾ തൻ്റെ അടുത്ത് ഇരിക്കുന്ന അച്ഛനെയാണ് കണ്ടത്. അച്ഛനെ കണ്ടതും അവൾക്ക് തൻ്റെ സങ്കടം നിയന്ത്രിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ മാറിലേക്ക് വീണ് അവൾ ഒരുപാട് കരഞ്ഞു. അച്ഛൻ്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അച്ഛന് എന്നെ വിശ്വാസമില്ലേ? അച്ഛൻ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അച്ഛൻ ഇങ്ങനെ തന്നെ എന്നെ നോക്കിയിരിക്കുന്നത്? അച്ഛാ, മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യമായിട്ട് മോൾക്ക് ഒരു കുഴപ്പവുമില്ല. ഒരാപത്തിലും പെടാതെ മോള് താണ്ട് സേഫായി ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛൻ വിഷമിക്കേണ്ട. അദ്ദേഹത്തിൻ്റെ മുഖത്തെ സങ്കടം കണ്ടുകൊണ്ട് നീലു അദ്ദേഹത്തിനോടായി ഓരോന്നായി പറയാൻ തുടങ്ങി. മോളോട് അച്ഛനൊരു കാര്യം ചോദിക്കാനുണ്ട്. അത് എല്ലാവരും അറിയെ തന്നെ വേണം ചോദിക്കാൻ. അതുകൊണ്ട് മോൾ റെഡിയായി താഴേക്ക് വാ. അയാൾ അല്പം ഗൗരവത്തോട് തന്നെ പറഞ്ഞു. തൻ്റെ അച്ഛൻ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് അവൾക്ക് തോന്നി. അവൾ രാമചന്ദ്രൻ തിരിഞ്ഞു നോക്കി വാഷ്റൂമിൽ കയറി ഫ്രഷ് ആകാൻ പോയി. എന്നാൽ ഇതേ സമയം ഹരൻ്റെ റൂമിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ലക്ഷ്മി. ഹരൻ്റെ റൂമിൻ്റെ ഡോർ നോക്ക് ചെയ്ത് ഹരൻ അകത്ത് നിന്നും ഡോർ തുറന്നതും ലക്ഷ്മി അകത്തേക്ക് കയറിയതും റൂമിൻ്റെ കോലം കണ്ട് ലക്ഷ്മി ഒന്ന് അമ്പരന്നു. നീ എന്താ ഈ ചെയ്ത് കൂട്ടി വെച്ചേക്കുന്നേ? ഇതെല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്തേക്കണം. പറഞ്ഞില്ലെന്ന് വേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് അവർ തിരിയാൻ നിന്നതും ഞാൻ മറന്ന്. പെട്ടെന്ന് ഫ്രഷായി താഴേക്ക് വാ. അച്ഛനും നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ ഇനി എന്താ എന്നോട് സംസാരിക്കാൻ? അച്ഛൻ എന്ത് തീരുമാനിച്ചാലും അതിന് സമ്മതം മൂളാനല്ലേ? അതൊന്നുമല്ല, നിന്നോട് നേരിട്ട് എന്തൊക്കെയോ സംസാരിക്കണം. അതുകൂടാതെ നീലുവിൻ്റെ അച്ഛനും വന്നിട്ടുണ്ട്. നിന്നോട് കണ്ട് സംസാരിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അവന് ചായയും കൊടുത്ത് ലക്ഷ്മി താഴേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നീലുവും ഹരനും താഴേക്ക് ഇറങ്ങി വന്നു. ഹരൻ താഴേക്ക് വന്നപ്പോൾ ഹാളിലിരിക്കുന്ന രാമചന്ദ്രനെ കണ്ട് അവനൊരു അതിശയം തോന്നി. കാരണം താൻ ഇത്രയും നാൾ ആരെയാണോ തിരഞ്ഞു നടന്നത് അയാളാണ് തൻ്റെ മുന്നിലിരിക്കുന്നത്. അതാരാണെന്നറിയാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ചെന്നതും രാമചന്ദ്രൻ അവനോടായി തന്നെ പറഞ്ഞു, ഞാൻ നീലുവിൻ്റെ അച്ഛൻ. നീലുവിൻ്റെ അച്ഛനാണെന്നറിഞ്ഞതും അവൻ തിരിഞ്ഞ് ഹരിയെയും നിച്ചുവിനെയും ഒന്ന് നോക്കി. അതേ എന്നുള്ള രീതിയിൽ അവർ കണ്ണടച്ച് കാട്ടി. അപ്പോൾ അവനും സന്തോഷമായിരുന്നു തോന്നിയത്. അവൻ അവിടെ നിന്ന്, അത് നിങ്ങൾ രണ്ടുപേരെയും താഴോട്ട് വരാൻ പറഞ്ഞത് ഇന്നലെ നടന്ന സംഭവത്തിൻ്റെ ഭാഗമായി ഞങ്ങളിവിടെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. അത് നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം നിശ്ചയിച്ചു. നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത് എന്ന രീതിയിൽ രാമചന്ദ്രനും മഹാദേവനും ഹരൻ്റെ മുഖത്തേക്ക് നോക്കി. ഹരൻ തിരിഞ്ഞ് നീലുവിനെ നോക്കിയപ്പോൾ കുനിയിൽ നിന്ന് കണ്ണീർ വാർക്കുകയായിരുന്നു അവളെ കണ്ടതും അവന് വല്ലാതെ ഒരു സങ്കടം തോന്നി. താൻ അടിക്കേണ്ടായിരുന്നു തൻ്റെ പ്രാണൻ. താൻ ഇത്രയും നാൾ തേടി നടന്ന ആരോ അവൾ തൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു. ഈ ഒരു കൊല്ലം തനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ഹരിയെയും നിച്ചുവിനെയും ഒന്ന് നോക്കി പല്ല് ഞെവറിയൊന്ന് കാട്ടി. എന്നിട്ട് അവൻ മുഖമുയർത്തി അവരെ ഇരുവരെയും നോക്കി. മഹാദേവനും രാമചന്ദ്രനും ആകാംക്ഷയോടെ നോക്കിയിരിക്കും. എനിക്ക് സമ്മതമാണ് ഇവളെ വിവാഹം കഴിക്കാൻ. അവൻ്റെ വായിൽ നിന്നും അങ്ങനെ ഒരു സമ്മതം ഉണ്ടാകുമെന്ന് അവരാരും തന്നെ പ്രതീക്ഷിച്ചില്ല. എങ്കിലും അവൻ്റെ മുഖത്തൊരു ചിരിയും ഉണ്ടായിരുന്നു. അത് കണ്ടതും ലക്ഷ്മിക്കും സമാധാനമായി. അവൻ മനസ്സോടുകൂടിയാണ് ഇതിന് സമ്മതിച്ചെങ്കിൽ എന്ന്. എന്നാൽ മഹാദേവന് അതൊരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം അവൻ ഇത്രയും നാളും ആരെയാണോ തേടി നടന്നത് അവളാണോ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഡൗട്ട് അയാൾക്കുണ്ടായി. അവളെ അല്ലാതെ വേറെ ആരും വിവാഹം കഴിക്കില്ല എന്ന് പലപ്പോഴും പലവട്ടം ഇവിടെ എല്ലാവരോടുമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അയാൾക്കൊരു സംശയം തോന്നി. അയാൾ ഒന്നുകൂടി ഹരനെ ഒന്ന് ചൂഴ്ന്നു നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തെ ചിരി കണ്ടതും അയാൾക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞിരുന്നു അത് അവൾ തന്നെയാണെന്ന്. അയാളുടെ ഉള്ളും ഒന്ന് തണുത്തു. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അവൻ്റെ നിധി തിരിച്ച് താനായി തന്നെ നൽകാൻ സാധിച്ചല്ലോ എന്നൊരു പുഞ്ചിരി. അത് മനസ്സിലായതുപോലെ ഹരനും ഒന്ന് ചിരിച്ചു. പിന്നീട് എല്ലാവരും നീലുവിനെ നോക്കി. നീലു മോളെ, നിൻ്റെ അഭിപ്രായം? അച്ഛ എന്താ പറയുന്നത്? അച്ഛൻ്റെ അഭിപ്രായത്തോട് എനിക്ക് സമ്മതമാണ്. അച്ഛൻ എന്ത് തീരുമാനിച്ചാലും അത് ഞാൻ സാധിച്ചു തരും. അത്രയും പറഞ്ഞുകൊണ്ട് നിറകണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. ഹരൻ പയ്യെ നടന്ന്
ഹരിയുടെയും നിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവരിരുവരുടെയും നടുക്ക് കയറി അവർ രണ്ടുപേരും കഴുത്തിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് ഗാർഡൻ ഏരിയയിലേക്ക് പോയി. അവിടെ ചെന്നതും അവർ രണ്ടുപേരും പിടിച്ച് മുന്നിലേക്കൊരു തള്ളു കൊടുത്തു. നിന്നോട് രണ്ടിനോടും ഇവൾ ഇവിടെ വന്ന് രണ്ടിൻ്റെ അന്ന് തന്നെ ഞാൻ എൻ്റെ കാര്യം വ്യക്തമാക്കിയതാ. ഞാൻ ആരെയാണ് തിരഞ്ഞ് നടക്കുന്നത്. അന്ന് നീ രണ്ടും കൂടെ എന്തൊക്കെയാ കോണസ്റ്റ് പറഞ്ഞ്. അതിന് ഞങ്ങളന്ന് പറഞ്ഞല്ലോ നിന്നോട് വീട്ടിലോട്ട് വരാനും ഒക്കെ. നിനക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാകുകയും ചെയ്യുമായിരുന്നല്ലോ. എന്തേ നീ വരാത്തതിന് ഞങ്ങളോട്? നീ എന്താടാ നിൻ്റെ വായിലെന്തുമായിരുന്നു? വേറെ എന്തെങ്കിലും കുത്തിത്തിരികെ വെച്ചിരുന്നോ? നീ തിരക്കി നടക്കുന്ന പെണ്ണ് നമ്മുടെ വീട്ടിലുണ്ടെന്ന് നിനക്ക് പറയാമായിരുന്നല്ലോ. നീ ഞങ്ങളോട് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനല്ലോ. ഇപ്പം എന്തായാലും എന്താ, നീ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ പെണ്ണിനെ തന്നെയല്ലേ നീ കല്യാണം കഴിക്കാൻ പോകുന്നത്. പിന്നെന്താ? പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടമാണോ? അവളുടെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവൾക്കും നിന്നെ ഇഷ്ടമാണ്. അതെങ്ങനെ? ഹരിയോടായി നിച്ചു ചോദിച്ചു. അവളുടെ മനസ്സെന്താണെന്ന് ഇന്നലെ അവൾ എൻ്റെ മുന്നിൽ തുറന്നു. അവളും ഒരു കൊച്ചു പയ്യനെ തേടി നടക്കുക. അതിൻ്റെ ഭാഗമായിട്ട് അവൾ ഇവിടെ പഠിക്കാൻ വന്നതെന്ന് വരെ അവൾ എന്നോട് പറഞ്ഞിരുന്നു. ഓ, എന്നോട് പറയാത്ത നിന്നോട് പറഞ്ഞോ? അയ്യോ, നിന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. അവളുടെ മനസ്സിൽ ഇവനുണ്ടല്ലോ, ആ കൊച്ചു പയ്യനെ അവൻ ഇപ്പോഴും സ്നേഹിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് വ്യക്തമാക്കണം. അത് വേണ്ട. അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നണം. അവൾ ആ കൊച്ചു പയ്യനെ മറന്ന് എന്നെ, ഇപ്പോഴത്തെ രൂപത്തിലുള്ള എന്നെ തന്നെ സ്നേഹിക്കണം. അത് ഞാൻ സ്നേഹിപ്പിച്ചോളാം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇത് വ്യക്തമാക്കണ്ട അവളുടെ മുന്നിൽ. ഓക്കെ, ഞാൻ തന്നെ അവളോട് ഈ ഒരു സത്യം പറഞ്ഞോളാം. ഓക്കെ. അതിൻ്റെ ഇടയിൽ കയറി ഗോള് വല്ലതും അടിച്ചാൽ ഈ ഹരൻ്റെ മറ്റൊരു മുഖം നീ രണ്ടും കാണും. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു വാണിങ്ങോടെ അവൻ അകത്തേക്ക് പോയി. അകത്തേക്ക് ചെന്ന് അവൻ നീലുവിൻ്റെ റൂമിലേക്ക് ചെന്നതും നീലു അവിടെ ഇരിക്കുന്നത് കണ്ട് അവൻ അകത്തേക്ക് വരുന്നത് കണ്ടതും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവൾ നിന്നു. പേടിക്കണ്ട, ഞാൻ ഒന്നും വേണ്ട. ഞാൻ കാരണം സാറിൻ്റെ ജീവിതവും കൂടി നശിക്കും. അതുകൊണ്ട് സാർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. അതെന്താടോ? എന്നെ കാണാൻ അത്ര കൊള്ളത്തില്ലേ? തനിക്ക് തൻ്റെ ഭർത്താവാക്കാൻ കൊള്ളത്തില്ലേ എന്നെ? എന്തേ, അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, അയ്യോ അങ്ങനെയല്ല. ഞാൻ വേറെ ഒരാളെ സ്നേഹിക്കുന്നു. അതാരാടോ? അത് കുഞ്ഞു പ്രായത്തിൽ ഞാൻ കണ്ട ഒരാളാണ്. അയാളെ തിരക്കിയാണ് ഞാൻ ഇവിടെയൊക്കെ വന്നത്. ഓ, കൊച്ചു പ്രായത്തിലല്ലേ താൻ കണ്ടത്? അയാളിപ്പം വേറെ ആരെങ്കിലും വിവാഹം കഴിച്ച് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ ഒരു നോക്ക് ദൂരെ നിന്നൊന്ന് കാണണം. ഒരു വല്ലാത്ത ആഗ്രഹമാണ്. അതിന് കണ്ടൂടെ? ആരെ? അല്ല, വിവാഹം കഴിഞ്ഞാലും പോയി കാണാമല്ലോ. ഞാനും സഹായിക്കാം തന്നെ അയാളെ കണ്ടുപിടിക്കാൻ. പക്ഷെ അതിനു മുമ്പ് താൻ എൻ്റേത് മാത്രമാകണം. എന്തേ, തനിക്ക് സമ്മതക്കുറവ് വല്ലതും ഉണ്ടോ? ഇല്ല എന്ന രീതിയിൽ അവൾ തലയാട്ടി അവനെ കാട്ടി. എങ്കിൽ ശരി, സമ്മതമെന്ന് പറഞ്ഞ് നീ നാളെ വിവാഹത്തിനൊരുങ്ങിക്കോ. നാളെ 10-നും 10:30-ക്കും ഇടയ്ക്കുള്ള നല്ല ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ വിവാഹം. ഓക്കെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് അവൾ രണ്ടടി പിന്നെയിട്ട് വെച്ചു. താൻ പേടിക്കാതെടോ, ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്ന് സോറി എന്ന് പറഞ്ഞ് അവളുടെ കവിളിൽ ഒന്ന് തലോടി. അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ അടിച്ചു പോയതാ. ഐ എം സോ സോറി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ഓയിൽമെൻറ്റ് അവളുടെ മുഖത്ത് പരട്ടി കൊടുത്തു. അവൾക്ക് ഒരു അത്ഭുതമായിരുന്നു. താൻ ഇന്നോളം ഹരനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല, ഒന്നും കേട്ടുകേഴ്വി പോലുമില്ല. അവളുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നപ്പോൾ അവളും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പുറത്തു നിന്നും ഒരു മുരടാനക്കം കേട്ടാണ് ഇരുവരും കണ്ണുകൾ രണ്ടും പിൻവലിച്ച് അങ്ങോട്ട് നോക്കിയത്. ഹരിയും നിച്ചുവുമായിരുന്നു അവിടെ. എന്താണ് രണ്ടും കൂടി ഇവിടെ? വിവാഹം ഉറപ്പിച്ചതേ ഉള്ളൂ, ഇത് മണിയറയൊന്നും ആക്കണ്ട. ഹരൻ അവനെ പല്ലെറിഞ്ഞു ഒന്ന് കാട്ടി. ചുമ്മാ, ജസ്റ്റ് ജോക്കിങ്. അത്രയും പറഞ്ഞുകൊണ്ട് അവരിരുവരും അകത്തേക്ക് വന്നു. എന്നാലും വേണ്ടായിരുന്നടാ അളിയ, എൻ്റെ മോളെ ഇങ്ങനെ അടിച്ചു നോക്കി. ഇത് കണ്ടു അവളുടെ മുഖം വീങ്ങി നീര് കൊണ്ടിരിക്കുന്നത്. അത് ഈ മരുന്നിട്ടാൽ അങ്ങ് മാറിക്കോളും. ഞാൻ മരുന്നിട്ട് കൊടുത്തിട്ടുണ്ട്, അതങ്ങ് മാറിക്കോളും കേട്ടോ. പിന്നെ എൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ നിങ്ങളാരും കൂടുതൽ അങ്ങ് ശുഷ്കാന്തി കാണിക്കണ്ട, ഞാൻ കാട്ടിക്കോളാം. ഇപ്പോൾ അങ്ങനെയൊക്കെയാ. എന്തേ? ഒന്നുമില്ലേ. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, ആമ്പും വില്ലും.
എന്ന് വിളിച്ചതും ഹരൻ്റെ ആ ഒരൊറ്റ വിളിയിൽ തന്നെ ഹരി തൻ്റെ വായ്ക്ക് സിബിട്ടു. പിന്നീട് മൂവരും അവിടെ നിന്നും പോയി. പിന്നീട് അവിടെ വിവാഹത്തിനുള്ള ഒരുക്കമായിരുന്നു. കുന്നത്ത് വീട്ടിൽ അച്ഛമ്മയും അച്ഛച്ചനെയും വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിറ്റേന്ന് വിവാഹമാണെന്നും അതിന് എത്തണമെന്നും പറഞ്ഞു. പക്ഷേ വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇരുവർക്കും ഇത്രയും ദൂരം പെട്ടെന്ന് എടുപിടി എന്നുള്ള യാത്രയൊന്നും അവർക്ക് സാധിക്കില്ല. അത് അവരുടെ അവസ്ഥ അവനെ വ്യക്തമാക്കുകയും ചെയ്തു. മഹാദേവന് പരിപൂർണ പിന്തുണയും നൽകി അച്ഛനും അമ്മയും മഹാദേവനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ രാമചന്ദ്രൻ പ്രത്യേകിച്ച് ആരോടും അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അയാൾക്ക് അയാളുടെ മകൻ അവരുടെ ഒപ്പം തന്നെ ഉള്ളതുകൊണ്ട് നിച്ചുവിൻ്റെ അനുവാദം മാത്രം മതിയായിരുന്നു. പിറ്റേന്ന് അതിരാവിലെ തന്നെ ലക്ഷ്മി ഒരു കവറും കുറച്ച് ഓർണമെൻറ്റ്സുമായി നീലുവിൻ്റെ റൂമിലേക്ക് ചെന്ന് നീലുവിനെ ഒരുക്കി. വളരെ സുന്ദരിയായി തന്നെ അവൾ ഒരുങ്ങിയിറങ്ങി. എല്ലാവരുടെയും മുന്നിലെത്തിയപ്പോൾ ഒരു ദേവതയെപ്പോലെ എല്ലാവർക്കും അവളെ കണ്ടതും തോന്നി. എന്നാൽ ഹരൻ്റെ അവസ്ഥ മറിച്ചായിരുന്നു. ഹരൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഹരി അവൻ്റെ അടുത്തേക്ക് ചെന്ന്, സ്വന്തം പ്രോപ്പർട്ടി ഇങ്ങനെ വായി നോക്കാൻ നിനക്ക് നാണമുണ്ടോടാ എന്ന് ചോദിച്ചു. അത് കേട്ടതും പെട്ടെന്ന് തന്നെ അവൻ അവളിൽ നിന്ന് ദൃഷ്ടി മാറ്റി പുറത്തേക്ക് ഇറങ്ങി. അവന് ഒരു ജാള്യത തോന്നി. എങ്കിലും അത് കാര്യമാക്കില്ല. ഞാൻ തൻ്റെ പെണ്ണിനെ തന്നെയല്ലേ, അല്ലാതെ വേറൊരു തൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ നോക്കിയത് മനസ്സിൽ പറഞ്ഞ് ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ ഹരിയും നിച്ചുവും വിട്ടുകൊടുക്കുമോ? അവന് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവനെ കളിയാക്കാൻ തുടങ്ങി. എന്നാൽ നീലുവിൻ്റെ വിഷമം അതൊന്നുമല്ല. തൻ്റെ അച്ഛനെ ഇനിയൊന്ന് കാണണമെങ്കിൽ ആരുടെയെല്ലാം അനുവാദം വാങ്ങിക്കണം. തൻ്റെ ഏട്ടൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോകണമെങ്കിൽ തൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ വിലക്ക് വീഴാൻ പോവുകയാണ്. തന്നെ ഇനി പഠിക്കാൻ വിടുമോ എന്നുള്ള 100,000 ചിന്തകൾ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി. അത് മനസ്സിലായതുപോലെ തന്നെ ഹരൻ അവളുടെ അടുത്തേക്ക് വന്ന്, താനിപ്പോൾ ഈ കുഞ്ഞിത്തല ഒന്നും പോയിക്കണ്ട കേട്ടോ. തൻ്റെ ഇഷ്ടങ്ങൾക്കോ തൻ്റെ അച്ഛനെ കാണാൻ പോകുന്നതിനോ തൻ്റെ ഏട്ടൻ്റെ കൂടെ പോകുന്നതിനോ ഒന്നും ഞാൻ തടസ്സം പറയില്ലടോ. അവളുടെ മനസ്സ് വായിച്ചതുപോലെ അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞതും അവൾ തല ഉയർത്തി അവനെ ഒന്ന് നോക്കി. അവനൊന്ന് പുഞ്ചിരിച്ച് കണ്ണടച്ച് അവളെ കാട്ടിയതും അവൾക്കൊരാശ്വാസം പോലെ തോന്നി. അവളും ആ പുഞ്ചിരിക്ക് മറുപടിയായി ഒന്ന് പുഞ്ചിരിക്കാൻ മറന്നില്ല. അവരിരുവരും മുഖാമുഖം നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്ന ഫോട്ടോ നിച്ചു തൻ്റെ ഫോണിൽ പകർത്തിയിരുന്നു. 10നും 10:30ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നീലു വന്ന നീലാംബരിയെ ഹരൻ മഹാദേവ് താലി ചാർത്തി തൻ്റെ വാമഭാഗമായി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അവൻ എല്ലാ അർത്ഥത്തിലും അവൾ തൻ്റേതാണെന്ന് ആ നിമിഷം തന്നെ ഉറപ്പിച്ചിരുന്നു. ഇനി എന്ത് സംഭവിച്ചാലും ആര് വിചാരിച്ചാലും തന്നിൽ നിന്നും ഇവളെ അകറ്റാൻ താൻ അനുവദിക്കില്ല എന്ന രീതിയിൽ തന്നെ അവളെ തന്നോട് ചേർത്ത് നിർത്തി. അവൻ്റെ ചേർത്തുപിടിയിൽ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയവനാണ്, തന്നിൽ പൂർണ്ണ അധികാരം അവനുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് അവൻ്റെ ആ ചേർത്തുപിടിയിൽ ഒരു എതിർപ്പുമില്ലാതെ അവൾ നിന്നു. എങ്കിലും അവളുടെ മനസ്സറിഞ്ഞതുപോലെ അവൻ അവളിൽ നിന്നും കൈയെടുത്ത്, തനിക്കിഷ്ടപ്പെട്ടില്ല എന്നെനിക്ക് മനസ്സിലായിട്ടോ, അവളുടെ ചെവിയിലായി പറഞ്ഞു. അവളെ ഒന്ന് നോക്കി. എൻ്റെ മനസ്സ് ഇത്ര കൃത്യമായി ഇയാൾ എങ്ങനെ വായിക്കുന്നു എന്ന് തന്നെ ഒരത്ഭുതത്തോടെ അവൾ നോക്കി അവനെ. താൻ നോക്കണ്ടാടോ, താൻ എന്ത് ചിന്തിച്ചാലും എനിക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത്രയും പറഞ്ഞ് അവളുടെ കവിൾ ഒന്ന് തലോടി. നീലു പെട്ടെന്ന് തന്നെ തല ഉയർത്തി ചുറ്റുമൊന്ന് നോക്കി. അത് കണ്ടതും ഹരൻ ഒരു ചിരിയോടുകൂടി, ആരും കണ്ടില്ലടോ, താനിങ്ങനെ വെപ്രാളത്തോടെ നോക്കാൻ. കണ്ടാലെന്താ, ഞാൻ തൻ്റെ ഭർത്താവല്ലേ, ഞാനല്ലേ തൻ്റെ കവിളിലൊന്ന് തൊട്ടത്, അതിനെന്താ? അവർ രണ്ടുപേരും അടക്കം പറയുന്ന കണ്ടുകൊണ്ട് വന്ന ഹരി രണ്ടുപേരുടെയും കൊക്കൊരുമലും രഹസ്യം പറിച്ചിലുമെല്ലാം കഴിഞ്ഞെങ്കിൽ വീട്ടിലോട്ട് പോകാമായിരുന്നു. വയറ് വിശന്ന് തള്ളയ്ക്ക് വിളിക്കാൻ തുടങ്ങി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയതും ഒരു ചമ്മലോടുകൂടി ഹരനും നീലും അവരുടെ പിന്നാലെ നടന്ന് വീട്ടിലെത്തിയതും ലക്ഷ്മി നിലവിളക്ക് കൊടുത്ത് മരുമകളായി നീലുവിനെ അകത്തേക്ക് ക്ഷണിച്ചു. അവൾ ഇരു കണ്ണും പൂട്ടി തൻ്റെ ജീവിതം ഇനി എങ്ങോട്ടാണ് എന്താണെന്ന് പോലും അറിയാതെ കുഞ്ഞികൃഷ്ണനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. നിലവിളക്ക് കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ച് അവൾ കണ്ണും പൂട്ടി നിന്ന് കുഞ്ഞികൃഷ്ണൻ്റെ അടുത്ത് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം അവിടെ ഇറക്കി വെച്ച് ഒരു ചെറു ചിരിയും പാസാക്കി എല്ലാവരുടെയും മുന്നിലേക്കെത്തി.
അവിടെ ലക്ഷ്മിയാണെങ്കിൽ നല്ലൊരു സദ്യ തന്നെ ഈ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവർക്കുമായി ഒരുക്കി. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കല്യാണമെല്ലാം കൂടി. സന്ധ്യയോടുകൂടി തന്നെ രാമചന്ദ്രൻ നീലുവിൻ്റെയും ഹരിയുടെയും അടുത്തേക്ക് ചെന്ന്, ഞാൻ നാളെ വെളുപ്പിനെ തന്നെ പോവും കേട്ടോ, നിങ്ങൾ രണ്ടുപേരും എഴുന്നേൽക്കുന്നത് വരെ കാത്തു നിൽക്കില്ല ഞാൻ. അത്രയും പറഞ്ഞ് തിരിഞ്ഞതും ഹരനോടായി, ഇനി എൻ്റെ മോളെ തല്ലരുത് കേട്ടോ, ഞാനൊരു ഈർക്കിൽ കൊണ്ടുപോലും തല്ലി അവളെ നോവിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. തല്ലാനുള്ള ഒരു കാര്യവും കുസൃതിയും അവൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇല്ലച്ഛ, അച്ഛന് ഞാൻ വാക്ക് തരുക, അച്ഛൻ്റെ മോളെ ഇനി ഞാൻ തല്ലില്ല, ഒന്ന് നുള്ളി എന്തിന്, ഒന്ന് നോക്കിപ്പോലും പേടിപ്പിക്കില്ല, അതുപോരെ. രാമചന്ദ്രന് അത് മാത്രം മതിയായിരുന്നു. ഹരനിൽ നിന്നുമുള്ള ആ സംസാരം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറച്ചു. തൻ്റെ മകളെ പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് അവൻ സ്വീകരിച്ചതെന്ന് ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. അയാൾക്ക് നിറകണ്ണുകളോട് തന്നെ അവനെ ഒന്ന് നോക്കി. എന്നിട്ട് തനിക്ക് അനുവദിച്ചേക്കുന്ന റൂമിലേക്ക് അയാൾ നടന്നു. അയാളുടെ പോക്ക് കണ്ട് നീലുവിന് വിഷമമുണ്ടായെന്ന് മനസ്സിലായതുപോലെ തന്നെ ഹരൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ച്, തനിക്ക് എപ്പോൾ വേണമെങ്കിലും തൻ്റെ അച്ഛനെ പോയി കാണാം, അതിന് എൻ്റെ അനുവാദം നോക്കി നിൽക്കണ്ട കേട്ടോ. അത് പറഞ്ഞ് അവൻ അവളിൽ നിന്നും ഒന്നകന്ന് തൻ്റെ റൂം ലക്ഷ്യമാക്കി അങ്ങോട്ട് പോയി.